ഇടുക്കി കഞ്ഞിക്കുഴിയിൽ നാട്ടുകാരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. മഹസറിൽ സമീപത്തെ വീട്ടമ്മയെ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കാനുള്ള ശ്രമം തടഞ്ഞയാൾക്ക് നേരെയാണ് ഭീഷണി എന്നാണ് പരാതി വന്നിരിക്കുന്നത്. കഞ്ഞിക്കുഴി മാമച്ചൻ കുന്നിലാണ് സംഭവം. കാര്യമല്ലാതെ ഞാൻ ചോദിക്കും. നിങ്ങൾ പോയി കഴിഞ്ഞല്ലോ, ഒരു മനുഷ്യന്റെ ഇവിടെ ഒരു സ്ത്രീ മാത്രമുള്ള വീട്ടിൽ കയറി നിങ്ങൾ മൊഴി എടുക്കുമ്പോ എന്താ മൊഴി ഞാൻ ചോദിക്കണ്ടേ? ഞാൻ ചോദിക്കും. ചേച്ചി ഇതില്ലാത്തൊന്നും എഴുതി കൊടുക്കണ്ട കേട്ടോ, ആവശ്യമില്ലാത്തൊന്നും എഴുതി കൊടുക്കണ്ട. അത് ചേച്ചിയുടെ ഇഷ്ടമല്ലേ? ചേച്ചിയുടെ ഇഷ്ടമല്ലേ? ചേച്ചി എന്നാ ചെയ്യണേ? നിങ്ങളല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾ മൊഴി എടുക്കാൻ വന്നതല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ സാറിനോട് നല്ല മര്യാദക്കല്ലേ അല്ലേ? ഈ കൂട്ടുകാരൊക്കെയാണ്. വി കെ സ്റ്റാലിനാണ് നമ്മളോടൊപ്പം ഇപ്പോൾ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സ്റ്റാലിൻ, നാട്ടുകാരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഉയർത്തിയത്? എപ്പോഴായിരുന്നു സംഭവം? പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? കുറെ കാലങ്ങളായിട്ട് ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തില് വനം വകുപ്പിന്റെ കടന്നുകയറ്റം വളരെ ശല്യമാണ്. വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ജനദ്രോഹപരമാണെന്നുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഒരു 50 വർഷം 60 വർഷങ്ങൾക്കൊക്കെ അപ്പുറത്ത് ജനങ്ങളെ കുടിയേറി താമസിച്ച പ്രദേശങ്ങളാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഈ മാമച്ചൻകുന്ന് എന്നൊക്കെ ഇപ്പൊ ഈ വിഷയം ഉണ്ടായ പ്രദേശങ്ങളൊക്കെ. അവിടെയെല്ലാം വനം വകുപ്പ് അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, പ്രത്യേകിച്ചും പട്ടയമില്ലാത്ത ഭൂമിയാണ് അവിടെ കൂടുതലും ഉള്ളത്. അപ്പൊ ജോയിന്റ് വെരിഫിക്കേഷൻ ഉൾപ്പെടെ പലപ്പോഴും നടന്നു പോയിട്ടുള്ള പ്രദേശങ്ങളുമാണ്. പട്ടയത്തിന് വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു പ്രദേശമാണ് കർഷകര്. അപ്പൊ അവിടെ വനം വകുപ്പ് അവിടെ അവകാശം കൂടുതൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെയുള്ള വലിയ തരത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരികയാണ്. ഇതിനിടെ നിരവധി തവണ വീടുകൾ കളഞ്ഞ സന്ദർഭങ്ങളുണ്ടായി. ആ സമയങ്ങളിലൊന്നും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ സഹകരണം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ എപ്പോഴും അവിടെ ഒരു വനം വകുപ്പും ജനങ്ങളുമായിട്ട് വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ കഴിഞ്ഞ ദിവസം വനം വകുപ്പ് മുൻപ് സ്ഥാപിച്ചിരുന്ന ഒരു ജെണ്ട, അതിർത്തി തിരിക്കുന്ന ജെണ്ട പൊളിച്ചു മാറ്റി എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം. ഒരു ജെണ്ട അവിടെ കാണാതായിട്ടുമുണ്ട്. അത് ആര് പൊളിച്ചു എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. പക്ഷെ അവർക്ക് ചില വ്യക്തികളെ കേന്ദ്രീകരിച്ച് അവരാണ് ഇത് പൊളിച്ചു നീക്കിയത് എന്നുള്ള ഒരു ധാരണ പ്രകാരമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നടത്തി വരുന്നത്. അതിന്റെ ഭാഗമായി ജെണ്ടയുടെ സമീപത്ത് മറ്റൊരു സ്ഥലത്തുള്ള ഒരു വീട്ടില് ഒരു വീട്ടമ്മ തന്നെയുള്ള സമയത്ത് അവിടെ കയറി ചെന്ന് ഒരു മഹസർ തയ്യാറാക്കിയിട്ട് ആ മഹസറിൽ സാക്ഷിയൊപ്പ് ഇടിക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഇത് പലപ്പോഴും ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെയെല്ലാം, പ്രത്യേകിച്ചും സാക്ഷിയൊപ്പിടുന്ന ആൾക്കാരെയും ഈ മഹസറിൽ ആരോപിക്കപ്പെടുന്ന വ്യക്തികളെയൊക്കെ ഉൾപ്പെടെ ഒരുപാട് കള്ള കേസുകളിലൊക്കെ കൊടുക്കുന്ന വലിയ പ്രതിസന്ധികൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഇതും ഉണ്ടായത് എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഈ യുവാവ്, പ്രത്യേകിച്ചും ആ വീട്ടില് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഒരു ഒറ്റയ്ക്ക് ആ വീട്ടിലെ സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ വീട്ടമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വനിതാ ഉദ്യോഗസ്ഥരില്ലായിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇക്കാര്യം ഉൾപ്പെടെ യൂണിഫോം ഇല്ലാത്ത ആൾക്കാർ വന്നതും ഇത്തരത്തിലെ വനിതാ ഉദ്യോഗസ്ഥരില്ലാത്ത കാര്യങ്ങളുമൊക്കെയാണ് യുവാവ് ചോദ്യം ചെയ്തത്. ഈ കർഷക സംഘടനകൾ, കർഷകരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പ്രതിനിധി കൂടിയാണ് ഈ യുവാവ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് പ്രകോപനം ഉണ്ടാവാനുള്ള കാരണമുണ്ട്. അതായത് ഇയാൾ അവിടെ എത്തിയിട്ട് ഈ വീട്ടമ്മയോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ അങ്ങനെ ഒപ്പിട്ട് കൊടുക്കരുത് എന്ന്. ഇതിനു മുൻപ് ഒപ്പിട്ട് കൊടുത്ത പലർക്കും ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ ഈ നാട്ടുകാർ ആ തരത്തിലുള്ള നാട്ടുകാരായ പ്രദേശവാസിയായ യുവാവ് അങ്ങനെ ഇടപെടാൻ കാരണം. ഏതായാലും ഇവരിൽ വലിയ പ്രകോപനം ഉണ്ടാക്കി. അവര് പരസ്പരം വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒറ്റയ്ക്ക് കിട്ടിയാൽ അത് പുറത്ത് കിട്ടുമ്പോൾ കൈകാര്യം ചെയ്യുമെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിൽ അവരുടെ ഡ്യൂട്ടി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള കാര്യത്തില് പരാതി നൽകിയിട്ടുണ്ട്. യുവാവിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. വി കെ സ്റ്റാലിനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.